everyone, hope you all are doing good and great. അപ്പോൾ ഇന്ന് ഒരു വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ രാവിലെ എണീറ്റ് തന്നെ എനിക്ക് ഡ്രസ്സ് മൂട്ടാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മേടിക്കാൻ വേണ്ടിയിട്ട് രാവിലെ ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ കുറച്ച് ഫ്ലവേഴ്സൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞങ്ങളിങ്ങനെ പറിച്ച് അടിപൊളിയായിട്ട് പോയിട്ടുണ്ടായിരുന്നു. നല്ല വ്യൂ ആയിരുന്നു കേട്ടോ. രാവിലെ പോയതുകൊണ്ട് അറിയില്ല, നല്ല അടിപൊളിയായിരുന്നു. പിന്നെ നമ്മളെ റോസാപ്പൂവൊക്കെ മൂന്നെണ്ണമായിട്ട് ഞാൻ ഏതോ ഷോർട്ടിൽ വിട്ടിട്ടുണ്ട്. അപ്പോൾ രാവിലെ തന്നെ നഖമൊക്കെ വെട്ടാൻ വേണ്ടിയിട്ട് എനിക്ക് നഖം വെട്ടണമെങ്കിൽ ഞാൻ നഖം വളർത്താനാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. ബട്ട് അതെൻ്റെ ഉമ്മച്ചി ആയിക്കൂല. അപ്പോൾ ഉമ്മച്ചി വെട്ടാൻ പറഞ്ഞപ്പോൾ ഞാൻ നഖമൊക്കെ വെട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒട്ടും പ്ലാൻ ചെയ്യാണ്ട് ഞങ്ങൾ മൈലാഞ്ചി ഇടാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഞാനും എൻ്റെ കസിനും ഒട്ടും പ്ലാനിലാണ്. ഇപ്പോൾ എൻ്റെ കസിൻ്റെ വീട്ടിലേക്ക് പോകാൻ ഇവിടെ അടുത്താണ്. അപ്പോൾ അവളെ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് ഞങ്ങൾ മൈലാഞ്ചി കിട്ടും. വെരി സിമ്പിളായിട്ടാണ് ഉള്ളത്. ഒരു എന്താ പറയുക, ഒരു പൂക്കി ഡിസൈന്. സോ അപ്പം ഈ ഒരു ചിഹ്നം എനിക്ക് പെട്ടെന്ന് ഓർമ്മ എന്താണെന്ന് അറിയാം. എൻ്റെ യൂട്യൂബ് ചാനലിൽ എപ്പോഴും കൊടുക്കുന്ന ഒരു ചിഹ്നമാണ് ഈ സാധനം. പൂക്കി എന്നാണ് എനിക്ക് അറിയുന്ന പേര്. അങ്ങനെ ഞങ്ങൾ മൈലാഞ്ചിക്കിട്ട് കയ്യിന് സെറ്റായി ഞങ്ങൾ തിരിച്ചു വന്നു. പിന്നെ തറവാട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അവിടെ കസിൻസൊക്കെ ഉണ്ടായിരുന്നു. ഒരു കസിൻ്റെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു. ഒരു കസിൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട് അവൾ. അപ്പോൾ അത് ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. അതാണ് കേട്ടോ അവൾ ഇട്ടിട്ടുള്ള ഡിസൈന്. ഇത് എൻ്റെ കൂടെ വന്നിട്ടുള്ള കസിന് ഞാൻ ജസ്റ്റ് ഒരു തൊപ്പി മോഡൽ ഇട്ട് കൊടുത്തു. എനിക്ക് ഇടാനൊന്നും അറിയില്ല. പക്ഷെ എന്നാൽ നമ്മളെ കൊണ്ട് കഴിയണത് ജസ്റ്റ് ഒന്ന് ഞാൻ കലാപരിപാടി അവളെ കൈമ ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്ക് വിശക്കുണ്ടായിരുന്നു. കാരണം ഞാൻ ഈ പരിപാടിക്ക് കഴിഞ്ഞ് കയറുമ്പോൾ തന്നെ 1 മണി കഴിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് വിശക്കുണ്ടായിരുന്നു. ഞാൻ എന്താണ് വയലറ്റ് ക്യാബേജും പിന്നെ ചിക്കൻ കറിയും മുരിങ്ങയില കറിയും പപ്പടും ഇത്രയും കൂട്ടിയിട്ട് ഭയങ്കര ടേസ്റ്റ് ചെയ്യും. വിശന്നുകൊണ്ട് അറിയില്ല, ഭയങ്കര ടേസ്റ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ കുറേ വെച്ചു. പിന്നെ അവളെ ഡിസൈനും കാര്യങ്ങളൊക്കെ കണ്ടു മെഹന്തിൻ്റെ. പിന്നെ ഈവനിങ് ആയി ഗൈസ്. അപ്പോഴാണ് നമ്മൾ ഫൈനലി കാത്തിരുന്ന വെഡ്ഡിങ് എത്തിയിരിക്കുന്നത്. നമ്മൾ പറഞ്ഞ പോലെ ഒന്നും ആയിട്ടില്ല. എന്നാലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യാൻ വേണ്ടിയിട്ട് വിചാരിച്ചാണ്. വലിയ സക്സസ്ഫുൾ ആയിട്ടില്ല. നമ്മളെ കൊണ്ട് കയ്യിൽ നിന്ന് ചെയ്തതാണ് കേട്ടോ. അമ്മയാണ് കേട്ടോ, എൻ്റെ കസിനാണ് കേട്ടോ എനിക്ക് ബ്രേസ്ലെറ്റ് കെട്ടിത്തരുന്നത്. എൻ്റെ ഏകദേശം മാറ്റി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ലാസ്റ്റേക്ക് ഫോട്ടോ എടുക്കാൻ ടൈം കിട്ടില്ല എന്ന് മാത്രം. പിന്നെ എൻ്റെ ഭാഗ്യത്തിന് കുറച്ച് ക്ലിപ്സ് ഉണ്ടായിരുന്നു, അത് ഞാൻ ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇത് ഞാൻ പുതു വാങ്ങിയിട്ടുള്ള ഓർഗനൈസ് ബോക്സാണ് ഗൈസ്. എങ്ങനെയുണ്ടെന്ന് പറയാം. പിന്നെ ഇതാണ് ഗൈസ് എൻ്റെ ഡ്രസ്സ് ആൻഡ് ചപ്പൽ. ഞാൻ അപ്പോൾ നിങ്ങൾക്ക് ഭയങ്കര പരാതി ഉണ്ടാവും ഡ്രസ്സൊന്നും കാണിച്ചില്ല എന്ന്. അത് ഞാൻ ലാസ്റ്റിക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ പോകാൻ വേണ്ടിയിട്ടിരിക്കുകയാണ്. ഇതിലെന്തോ ഒരുമാതിരി കളർ കേട്ടോ. ഇതാണ് ഗൈസ് എൻ്റെ ഡ്രസ്സ്. എങ്ങനെയെന്ന് പറയാം. ഞാൻ എൻ്റെ കസിൻ എടുക്കണോണ്ട് തന്നെ അത്ര വലിയ ക്ലിയർ റെഡി ആയിട്ടുണ്ടാവില്ല. അങ്ങനെ പിന്നെ ഞങ്ങൾ നേരത്തെ ഇറങ്ങാമെന്ന് പറഞ്ഞ ആൾക്കാരാണ്. ഒരു 4:30 ആയപ്പോഴാണ് ഞങ്ങൾ ഇറങ്ങിയിട്ടില്ല. ബട്ട് ഞങ്ങളായിരുന്നു ഫസ്റ്റ് ഉണ്ടായിരുന്നത് കേട്ടോ. ഞങ്ങൾക്ക് ഫസ്റ്റ് കൊണ്ടു വാഷ് ചെയ്തു. അപ്പോൾ അവിടെ വെൽക്കം ഡ്രിങ്ക് ഉണ്ടായിരുന്നു. 3 തരമുള്ള ഡ്രിങ്ക്സ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ അവിടുന്ന് വീടൊന്നും ഇട്ടില്ല. എല്ലാവരും വരാൻ തുടങ്ങിയിട്ട് ഞങ്ങൾ കുറേ സ്ഥലമൊക്കെ പറഞ്ഞിരുന്നത്. എല്ലാവരും വരാനുള്ള നേരമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഒരു 9 മണിയായിട്ടാട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. എനിക്ക് ഫുഡ് കഴിക്കണമൊന്നും എടുക്കാൻ പറ്റില്ല. എന്താണെന്നറിയില്ല, ഒന്നിനും മൂഡില്ലായിരുന്നു. പിന്നെ ഞാൻ വീട്ടിലെത്തി 9:15 ടൈമായിട്ടായിരുന്നു. പിന്നെ ഒരു വിധമായിരുന്നു കേട്ടോ അന്ന് രാത്രി. പിന്നെ ഒന്നും ഇട്ടില്ല. പിന്നെ പിറ്റേ ദിവസം മോർണിംഗിൽ നമുക്ക് ചപ്പാത്തി ഉണ്ടായിരുന്നു, പിന്നെ വെജിറ്റേറിയൻ കറി ഉണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചപ്പാത്തി. അതുള്ള ദിവസമൊക്കെ ഞാൻ അധികം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എൻ്റെ വീഡിയോയിൽ. ചപ്പാത്തി ആയിരിക്കും അധികം ഉണ്ടാവുക. കാരണം എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്. പിന്നെ അന്നത്തെ ദിവസം ചപ്പാത്തി കഴിച്ചാൽ എനിക്ക് അന്ന് പെർഫെക്റ്റാണ്. പിന്നെ ബീഫ് കറി ഉണ്ടായിരുന്നു കേട്ടോ. വെജിറ്റേറിയൻ പറ്റാത്തവർക്ക് നോൺ വെജ്. അങ്ങനെ ഞങ്ങൾ വീട്ടിലൊരു കുറച്ചും കൂടി കാര്യങ്ങളൊക്കെയാണ് ഗൈസ് എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. അപ്പോൾ ഞങ്ങൾ ബീഫ് കറി ഞാൻ രണ്ടും ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. രണ്ടും അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ എൻ്റെ കൃത്യമായിട്ടുള്ള പണിയിലേക്ക് പോയി. നിങ്ങൾ വിചാരിക്കും ഞാനൊരു പണി എടുക്കണില്ല എന്ന്. ശരിക്കും നല്ല പണി എടുക്കണ്ട, പക്ഷേ ഞാൻ വീഡിയോയിൽ കാണിക്കണില്ല എന്ന് മാത്രം. അങ്ങനെ ഫുൾ ക്ലീനിങ് ആയിരുന്നു. പിന്നെ ഇതാണ് എൻ്റെ ഡ്രസ്സ്. നീ കണ്ടില്ല എന്ന് പറയണ്ട, ഇതാണ് എൻ്റെ ഡ്രസ്സ്. ഇപ്പോൾ ഇതിൽ ഞാൻ എനിക്ക് തന്നെ അറിയില്ല ശരിക്കും എങ്ങനെയൊക്കെയാണ് ഞാനിപ്പോൾ ഈ വീഡിയോസ് എടുത്തിരിക്കുന്നത് തന്നെയാണ്. ഭയങ്കര കഷ്ടപ്പാടാണ് എഡിറ്റ് ചെയ്യാൻ. കുറേ ആളുകൾ കമൻറ്റ്സ് ഇട്ടിട്ടുണ്ട് എന്താണ് വിടാത്ത വീഡിയോസ് എന്നൊക്കെ പറഞ്ഞിട്ട്. ശരിക്കും പറഞ്ഞാൽ കഷ്ടപ്പാടാണ്. പിന്നെ കുറച്ചും കൂടി ലോങ് വീഡിയോ ആകുമ്പോൾ അതിനുള്ളൊരു പെർഫെക്റ്റ് ഉള്ളൂ. ഓറിയൻറ്റഡ് അന്വേഷണൻ്റെ വീഡിയോസൊക്കെ ഇടാൻ ഉണ്ട്. ബട്ട് അതൊരു ഒരു ഫിനിഷ് അല്ലാത്ത പോലെയാണ് ഗൈസ്. ഇതാണ് എൻ്റെ ചെരുപ്പട്ടെ. ഇതൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും. ഭയങ്കര ഹീൽസൊക്കെ ഇട്ട്. ഞാൻ അല്ലെങ്കിൽ ഹൈറ്റ് ഉണ്ട്, പിന്നെ ഇതിൽക്കൂടെ ഹീൽസ് ഇട്ട് എങ്ങനെ ഉണ്ടാവും, പൊളിയായിരിക്കും. ഇതാണ് മമ്മീൻ്റെ ഡ്രസ്സ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഞാനും മമ്മി അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ആക്കിയിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ എടുത്തതും മമ്മി ഫസ്റ്റ് കണ്ടത് മമ്മിക്ക് എടുത്തത്. പിന്നെ എൻ്റെത്
കുറച്ച് വർക്ക് അല്ല മമ്മീൻ്റെ കുറച്ച് വർക്ക് ഉണ്ടായപ്പോൾ ഞാൻ അങ്ങോട്ട് ചേഞ്ച് ആക്കി ഗൈസ്. ഉമ്മച്ചീൻ്റെ ഭയങ്കര സിമ്പിളായിരുന്നു, കൈമേലൊന്നും അങ്ങനെ വർക്കൊന്നും വരാത്ത സിമ്പിൾ മോഡൽ. പിന്നെ ഇത് എനിക്ക് ശരിക്കും കുറേ ഷർട്ടുകളുണ്ടായിട്ട് ആദ്യമൊക്കെ അത് മനസ്സിലാവില്ല. എനിക്ക് 3 ബ്രദേഴ്സാണ് ഉള്ളത്. അതിൽ ചെറിയ ബ്രദറിൻ്റെ ഇത്, പിന്നെ അതിൻ്റെ മുകളിലുള്ള ബ്രദറിൻ്റെ ഇത് കേട്ടോ. പിന്നെ ഇത് എൻ്റെ അനിയത്തിൻ്റെ ആണ്, ഓൾക്കും അടിപൊളി ഡ്രസ്സായിരുന്നു. പിന്നെ ഇതും ഒരു അനിയൻ്റെ ആണ്, വലിയ ബ്രദറിൻ്റെ ആണ് ഡ്രസ്സ് ഉള്ളത്. അപ്പോൾ ഇത് ഇങ്ങനെ ഡ്രസ്സൊക്കെ നിങ്ങൾ മെയിനായിട്ട് കമൻറ്റ് ഇടേണ്ടത് എങ്ങനെ ഉണ്ടായിരുന്നു ഡ്രസ്സ് എന്ന് പറയാൻ കേട്ടോ. പിന്നെ നമ്മൾ എല്ലാവർക്കും അറിയാമല്ലോ കല്യാണം കഴിഞ്ഞ ദിവസം എങ്ങനെയായിരിക്കും എന്ന്, കാരണം ജഗ്ഗപ്പൊക്കെ ആയിരിക്കും മക്കളെ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ കല്യാണം കഴിഞ്ഞ പിറ്റേ ദിവസം ബ്രൈഡിൻ്റെ വീട്ടിൽ ഒരു വെഡ്ഡിങ് ഉണ്ട്. അപ്പോൾ കല്യാണമുണ്ട്, ബ്രൈഡിൻ്റെ ആരോ കല്യാണമുണ്ട്. അപ്പോൾ അതിന് ഉമ്മച്ചിയും പോയിട്ടുണ്ട്. അപ്പം ഞാനാണ്, എനിക്ക് കുക്കിംഗ് പരിപാടിയില്ല. ഫിഷ് പൊരിക്കണം. എനിക്കാണെങ്കിൽ ഫിഷ് പറഞ്ഞാൽ എടുത്തുകൂടി പോലെ എനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത സാധനമാണ്. അത് പ്രത്യേകിച്ചിട്ട് ഈ മത്തി എന്ന് പറഞ്ഞ സാധനം. എന്നിട്ട് ഭയങ്കര ദേഷ്യമായിരുന്നു. എന്നിട്ട് ഞാൻ പിന്നെ പൊരിച്ചു കേട്ടോ ഗൈസ്. തറവാട്ടിലായതുകൊണ്ട് തന്നെ ഞാൻ തറവാട്ടിലാണ് പൊരിച്ചിട്ടുണ്ടായിരുന്നത്. എനിക്കെൻ്റെ വീട്ടിലേക്കാട്ടൊക്കെ പേടിയായതുകൊണ്ട് ഞാൻ തറവാട്ടിൽ നിന്ന് ഉണ്ടാക്കി. അപ്പോൾ ഇത്ര മീൻ പൊരിക്കണം, പക്ഷേ ഞാൻ ഇത്ര പൊരിച്ചിട്ടില്ല, എൻ്റെ മടി കൊണ്ട് ഞാൻ ഇത്ര പൊരിച്ചില്ല. പിന്നെ അതിനായിട്ടുള്ള കുറച്ച് അഭിലാഷിലെ സോങ്, എനിക്കിഷ്ടമല്ല സോങ്, ബട്ട് അതിലൊരു എന്താ പറയുക പാകങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ പിന്നെ ഫുഡ് കഴിക്കാൻ നിന്നു. വിശക്കണമൊന്നുമില്ലേനും, എന്നാലും ഈ ഇങ്ങനത്തെ വെറൈറ്റി ഒക്കെ കണ്ടപ്പോഴേ എനിക്കെന്തോ കഴിക്കാൻ തോന്നി. ബിരിയാണി, പിന്നെ മറ്റേ വയലറ്റ് ക്യാബേജ്, പിന്നെ ബീഫ് കറി, ഗ്രീൻ പീസ് കറി, ഇതായിരുന്നു അന്ന്. പിന്നെ ഇത് ഉച്ചയ്ക്ക് തന്നെയാണ് ഞാൻ പിന്നെ തറവാട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അവിടെ എത്തിയ പ്രത്യേകിച്ചിട്ടൊന്നും പണിയൊന്നും ഇല്ലാത്തത് കൊണ്ട് കുറച്ച് നേരം AC ഒക്കെ ഇട്ട് കുറച്ച് നേരം ഞങ്ങൾ റൂമിലിരുന്ന് ഫോണിൽ കളിച്ചു കേട്ടോ. പിന്നെ ഞാൻ ചുമ്മാ അങ്ങനെ ഇരിക്കുന്നു, വേറൊന്നും പണിയില്ലാത്തതുകൊണ്ട് ഗൈസ്. എൻ്റെ ഡ്രസ്സ് എങ്ങനെയുണ്ട് പറയൂ ഗൈസ്, അടിപൊളിയല്ലേ? എൻ്റെ മൈലാഞ്ചി ബിഗ് ബി ആയതുകൊണ്ട് എന്താ വേഗം പോകുന്നുണ്ട് കേട്ടോ. ഞാൻ ബിഗ് ബി ഇടാറില്ല ഗൈസ്, പക്ഷേ വേഗം ബിഗ് ബി എനിക്ക് അപ്പോഴത്തെ സാഹചര്യത്തിൽ ബിഗ് ബി ആണ് കിട്ടിയത്. അപ്പോൾ പിന്നെ അതുകൊണ്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തു. ഇനി ഞങ്ങൾ പോകുന്നത്, ഞങ്ങൾ ഈവനിങ് ആയി ഞങ്ങൾക്ക് എന്തെങ്കിലും കഴിക്കണം, അത് ഞങ്ങളുടെ വീക്ക്നെസ്സാണ്. ഓക്കെ, അപ്പോൾ അത് പ്രത്യേകിച്ചിട്ട് കസിൻസൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് അടിച്ചു പൊളിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എപ്പോഴും വരാറുണ്ട് കസിൻ, പക്ഷേ എനിക്ക് ചില ടൈം മൂടുണ്ടാവുള്ളൂ, ചില ടൈം പുറത്തേക്ക് ഇറങ്ങേണ്ടി വരും, ചില ടൈം തീരെ ഇറങ്ങാൻ പോയിട്ടുണ്ടാവില്ല. അങ്ങനെയൊക്കെ ആയതുകൊണ്ട് എനിക്ക് പല ടൈമിലും പല ഇഷ്ടങ്ങളാണ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഈവനിങ് എന്ന് പറയാൻ പറ്റില്ല, ഉച്ചക്ക് അതാണ് ഈ സൂര്യൻ നേരെ കണ്ടു കുത്തുന്നത്. ഉച്ചയ്ക്ക് ഞങ്ങൾ മാങ്ങ പറിക്കാൻ വേണ്ടിയിട്ട്, നിങ്ങൾ ഈ പ്ലേസ് കണ്ടിട്ടുണ്ടാവും ഓൾറെഡി. എൻ്റെ ഈ യൂട്യൂബ് ചാനലിൽ ഏറ്റവും കൂടുതൽ വ്യൂസ് ഉള്ളത് ഈ ഒരു വീഡിയോ, ആ പ്ലേസ് കാണിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ്. അത് നിങ്ങൾ കാണാത്തവർ പോയിട്ട് കാണാം കേട്ടോ, അടിപൊളിയാണ് വീഡിയോ. അങ്ങനെ ഞങ്ങൾ മാങ്ങയൊക്കെ പറിച്ച് തിരിച്ച് പോകുന്നു ഗൈസ്. ഇനി നമ്മൾ കലാപരിപാടി തുടങ്ങാൻ വേണ്ടിയിട്ട് പോകണം. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം പുറത്തിരുന്നു ഗൈസ്. ഇതാണ് ഞങ്ങൾ ഇരിക്കുന്ന സോഫ. അപ്പോൾ ഞങ്ങളുടെ പണ്ടത്തെ തറവാട്ട് വീട്ടിലാണ്, അവിടെ ആളൊന്നുമില്ല. അപ്പോൾ അവിടെയാണ് ഞങ്ങളുടെ കലാപരിപാടി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകണം. അവിടെ ആണെങ്കിൽ മഴയും കൊള്ളണ്ട വെയിലും കൊള്ളണ്ട, അവിടെ ഇങ്ങനെ ബാൽക്കണിയിൽ ഇരുന്നിട്ട് ഇങ്ങനെ കഴിക്കാമെന്നുള്ളൊരു പൂതിയായിരുന്നു. ബട്ട് അവിടെ ഭയങ്കര പൊടിയുണ്ട് കേട്ടോ. അപ്പോൾ അത് മോന് ക്ലീൻ ചെയ്യുന്നുണ്ട്. മോനെന്ന് പറഞ്ഞാൽ എൻ്റെ ബ്രദർ. അപ്പോൾ അവന് ക്ലീൻ ചെയ്യുന്നുണ്ട്. ഞാൻ ഇത്ര വലുപ്പമായിട്ടുണ്ടായിട്ടും എനിക്ക് ഭയങ്കര മടിയാണ് ചെയ്യാൻ. പിന്നെ ഇത് കണ്ടപ്പോൾ എനിക്ക് ശരിക്കും എന്താ ഓർമ്മ എന്നറിയാം, എൻ്റെ ഉമ്മാൻ്റെ വീട്ടിൽ ഞാനും എൻ്റെ കസിനും ഞങ്ങളെ പണി, എൻ്റെ ഉമ്മാൻ്റെ വീട്ടിൽ വന്നാൽ ഞങ്ങളുടെ പണി അതാണ്. പിന്നെ മണ്ണിലിട്ട് കളിക്കും. ഇപ്പോഴല്ല കേട്ടോ, കുറച്ച് ചെറുപ്പന കാലം. പിന്നെ ഞങ്ങൾ പ്ലേറ്റിലാണ് വിചാരിച്ചത്, ബട്ട് ആരോ അഭിപ്രായപ്രകാരം ഞങ്ങൾ വായൻ്റെലിൽ കഴിക്കാമെന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഉപ്പും മുളക് പൊടിയൊക്കെ സെറ്റായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഫസ്റ്റ് മാങ്ങ മുറിക്കുന്നതിന് മുന്നേ അത് സെറ്റായിരുന്നു. അങ്ങനെ പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ആകെ കൂടി തല തിരിഞ്ഞിട്ടാണ് എൻ്റെ വീഡിയോസൊക്കെ. അപ്പോൾ നിങ്ങൾ ക്ഷമിക്കുക, കാരണം ഒന്നാമത് ലെങ്ത്ത് കുറച്ചൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ ചടപടാ ചെയ്യാണ്. പിന്നെ വീഡിയോ എഡിറ്റ് ചെയ്ത് വിടാനും കുറച്ച് ടൈം എടുത്തു, ഭയങ്കര കഷ്ടപ്പെട്ടാണ്. ഇതിപ്പോൾ നമുക്ക് ഉത്തർക്ക് തന്നെ വേണം. ഇത് ശരിക്കും ആക്ടിങ് ആണ് മക്കളെ, വെള്ളം വരുന്നില്ല. ഞാൻ ജസ്റ്റ് വീഡിയോക്ക് വേണ്ടിയിട്ട് കഴിക്കാൻ പറ്റുമ്പോൾ വെള്ളം ഒന്നുമില്ല, ആകെ മുഞ്ചി. പിന്നെ നമ്മൾ ഗൈസ് മാംഗോ ഒക്കെ കട്ട് ചെയ്യുന്നുണ്ടായിരുന്നു, ചെനച്ചിട്ടുണ്ട്, ചിലത് പച്ചയുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഞങ്ങളിത് ഫുള്ള് കഴിക്കുന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾക്ക് ലാസ്റ്റിക്ക് മന്ദപ്പളകി മതിയായിരുന്നു. നമുക്ക് ഒട്ടും പോണില്ലേനും ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ട. പിന്നെ 2-3 മാങ്ങ വരെ വെറുതെ ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും കൂടിയിട്ട് ഞങ്ങൾ സൊറ പറഞ്ഞിരുന്നു. കാരണം എപ്പോഴേലും കസിൻസ് കൂടുള്ളൂ, അപ്പോഴെങ്കിലും നമ്മൾ അടിച്ച് പൊളിച്ച് വൈബാക്കുക ഈ വെക്കേഷൻ കാലത്ത്. ഇനി ഞാൻ 9th എനിക്കിനിപ്പോൾ ഇങ്ങനെ
സെറ്റ് അടിപൊളിയാക്കാൻ പറ്റണമെന്നില്ലല്ലോ ഗൈസ്. അപ്പോൾ നമ്മൾ വെക്കേഷൻ ടൈം ഈ 2 മാസം അടിച്ചു പൊളിക്കുക ഗൈസ്. ഇനി ഈ വെക്കേഷൻ ടൈമിലൊക്കെ കുറേ വെഡ്ഡിങ് കാര്യങ്ങളൊക്കെ ആയിരിക്കും. അതിൻ്റെ വീഡിയോസൊക്കെ ഇൻഷാല്ലാ നമ്മൾ സെൻഡ് ആക്കണം എന്നുള്ള പ്രതീക്ഷ കാര്യങ്ങളൊക്കെ ഉണ്ട് ഗൈസ്. അങ്ങനെ കണ്ടോ, ഓരോരുത്തരും മാങ്ങ എല്ലാവരും ഓരോരോ മാങ്ങ കഴിക്കലാക്കിയിട്ടുണ്ട്. ഫൈനലി നമ്മളുടെ മുളക് പൊടി ബാക്കിയായിട്ടുണ്ടായിരുന്നു, മാങ്ങയും കുറേ ബാക്കി കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ തിരിച്ച് വീട്ടിലേക്ക് വന്നു. അവിടെ വീട്ടിലേക്ക് എത്തിയപ്പോൾ കുറച്ച് ചോക്ലേറ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, അത് കഴിച്ചു. അതൊന്ന് 2-3 നാളിനൊക്കെ എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. എനിക്ക് അതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് വൈറ്റ് ആയിരുന്നു കേട്ടോ. വൈറ്റ് അടിപൊളി, രക്ഷയില്ലെങ്കിൽ വൈറ്റ് കഴിച്ച് ഞാൻ ഇവിടെ നിന്നാണ് ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ആക്കാൻ പോകുന്നത്. ചെടിക്കൊക്കെ കുറച്ച് നേരം വെള്ളമൊക്കെ നനച്ച് കൊടുത്ത് സെറ്റാക്കി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗായ്സ്. ബൈ ബൈ.